ഖില്ലത്തിൻ്റെ അക്ഷരങ്ങൾ പ്രവേശിച്ച മുളാരിയായ ഫിഅലിൽ നിന്ന് എങ്ങനെയാണ് അംറിനെ രൂപപ്പെടുത്തിയെടുക്കുന്നത് എന്ന് നോക്കാം. ബാഅ യബീഉ ബിർ, നാമ യനാമു നം, സാറ യസീറു സിർ, നാല യനാലു നൽ. ബാഅ എന്നതിൻ്റെ മുളാരി യബീഉ എന്നാണ്. ഇതിൽ മുളാറത്തിൻ്റെ അക്ഷരമായ യാഇനെ കളയപ്പെടും. ശേഷം വരുന്നത് കെസ്റായതുകൊണ്ട് അംറിൽ ആദ്യം കെസ്ർ സംഭവിക്കുന്നു. ബഇന് ശേഷമുള്ള യാ അംർ സംഭവിക്കുമ്പോൾ കളയപ്പെടും. ബാഅ യബീഉ ബിർ. നാമ എന്നതിൻ്റെ മുളാരി യനാമു എന്നാണ്. യനാമു എന്നതിൽ മുളാറത്തിൻ്റെ അക്ഷരമായ യാഇനെ കളയപ്പെടും. ശേഷം വരുന്നത് ഫത്ഹ് ആയതുകൊണ്ട് അംറിൽ ആദ്യം ഫത്ഹ് സംഭവിക്കുന്നു. നൂനിന് ശേഷമുള്ള അലിഫ് അംർ സംഭവിക്കുമ്പോൾ കളയപ്പെടും. നാമ യനാമു നം, സാറ യസീറു. യസീറു എന്നതിൻ്റെ മുളാറത്തിൻ്റെ അക്ഷരമായ യാഇനെ കളയപ്പെടും. ശേഷം വരുന്നത് കെസ്ർ ആയതുകൊണ്ട് അംറിൽ ആദ്യം കെസ്ർ സംഭവിക്കുന്നു. സീന് ശേഷമുള്ള യാ അംർ സംഭവിക്കുമ്പോൾ കളയപ്പെടും. സാറ യസീറു സിർ, നാല യനാലു. യനാലു എന്നതിൻ്റെ മുളാറത്തിൻ്റെ അക്ഷരമായ യാഇനെ കളയപ്പെടും. ശേഷം വരുന്നത് ഫത്ഹ് ആയതുകൊണ്ട് അംറിൽ ആദ്യം ഫത്ഹ് സംഭവിക്കുന്നു. നൂനിന് ശേഷമുള്ള അലിഫ് അംർ സംഭവിക്കുമ്പോൾ കളയപ്പെടും. നാല യനാലു നൽ. ഇങ്ങനെയാണ് ഖില്ലത്തിൻ്റെ അക്ഷരങ്ങൾ പ്രവേശിച്ച മുളാരിയായ ഫിഅലിൽ നിന്ന് അംറിനെ രൂപപ്പെടുത്തിയെടുക്കുക.